വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലും പരിശ്രമങ്ങളും ഉണ്ടായാൽ അള്ളാഹു മാറ്റുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഈ ടെൻഷൻ? എന്തിനാണ് ഈ ടെൻഷൻ? ഈ രണ്ട് ചോദ്യം സന്തോഷത്തിന്റെ സമയത്ത് നമ്മൾ ചോദിക്കണം, ദുഃഖത്തിന്റെ സമയത്തും നന്നായി ചോദിക്കണം. അള്ളാഹു നമ്മുടെ മനസ്സിന് തെളിച്ചം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണ് ടെൻഷൻ എന്ന് പറയുന്ന വാക്ക്. ഡോക്ടർമാര് നിരന്തരമായിട്ട് പറയാറുണ്ട് ടെൻഷൻ, അസ്വസ്ഥത, പ്രയാസങ്ങൾ. അതിന് കുറച്ചുകൂടി നല്ല വാക്കിൽ സ്ട്രെസ് എന്ന് പറയാം, സ്ട്രെയിൻ എന്ന് പറയാം. സ്ട്രെസ്സും സ്ട്രെയിനും അതേപോലെ തന്നെ ടെൻഷനും, ഈ വാക്കുകൾ ചെറിയ കുട്ടികൾക്ക് പോലും പരിചയമുണ്ട്. വാക്കുകൾ ചെറിയ കുട്ടികൾക്ക് പോലും പരിചയമുണ്ട് എന്ന് മാത്രമല്ല, ഇതിനെ ചെറിയ കുട്ടികൾ പോലും അഭിമുഖീകരിക്കുന്നുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ LKG-യിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ടെൻഷനാണ്. LKG-യിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, LKG എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും ഉണ്ടാവാൻ പാടില്ലാത്ത പ്രായമാണ്. 6-7 വയസ്സുവരെ കുട്ടികൾക്ക് ബാഡ് എക്സ്പീരിയൻസുകൾ ഒന്നും ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് മോഡേൺ സയൻസ് പോലും പറയുന്നത്. ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പാടില്ല. 6-7 വയസ്സുവരെ ബാഡ് എക്സ്പീരിയൻസോ നെഗറ്റീവ് എക്സ്പീരിയൻസോ ഉണ്ടായാൽ അത് കുട്ടികളെ പിന്നീട് സ്വാധീനിക്കും. ചിലപ്പോൾ നമ്മൾ നേരിടുന്ന രോഗം വരുമോ എന്ന പേടി, നമ്മൾ നേരിടുന്ന പെട്ടെന്ന് മരണപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇപ്പോഴാണ് അനുഭവപ്പെടുന്നതെങ്കിലും അതിന്റെ വേര് വളരെ പിറകിലായിരിക്കും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സോടെയുള്ള, ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. LKG-യിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ. അവർ പറയുന്നു ടെൻഷനാണ്. മരണാസന്നനായിട്ട് കിടക്കുന്ന വൃദ്ധ സഹോദരൻ, ശയ്യാവലംബിയായി കിടക്കുന്ന സഹോദരൻ, അവന്റെ ഉള്ളിലും ടെൻഷനാണ്. ജീവിതത്തിൽ മുഴുവൻ കേൾക്കുന്ന പദമാ. ഇസ്ലാം ആണെങ്കിലോ അങ്ങനെ ഒരു വാക്കിനെ പരിചയപ്പെടുത്തിയിട്ടുമില്ല. ഇസ്ലാം അങ്ങനെ ഒരു വാക്കിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ ടെൻഷൻ നമ്മളിൽ ഉണ്ടാവാനല്ല, നീക്കാനാണ്. ടെൻഷനിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാം. ഒരു ഹദീസ് ഞാൻ വായിക്കാം. ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസൻ വലാ അദൻ വലാ ഗം ഹത്ത ശൗകത്തുല്ലതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഈ ഹദീസിൽ അല്ലാഹു എന്താ പറയുന്നത്? ഇതൊക്കെ ഉണ്ടാകും, ശരിയാണ്. ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ഏതൊരു ക്ഷീണവും, ക്ഷീണം, നമ്മളൊക്കെ ക്ഷീണിതരാണല്ലോ പലപ്പോഴും, ക്ഷീണം മാത്രമല്ല, വലാ വസബിൻ, രോഗങ്ങൾ, വലാ ഹമ്മിൻ, വ്യസനങ്ങൾ, വലാ ഹുസ്നിൻ, ദുഃഖം, വലാ അദൻ, ഉപദ്രവം, അതേപോലെ തന്നെ വലാ ഗമ്മിൻ, മാനസിക വ്യഥകൾ. ഇതിന്റെ ഒക്കെ ഇരകളാണല്ലോ നമ്മൾ. ഇതിന്റെ ഒക്കെ ഇരകളാണ്. ഈ ഇരയിൽ തന്നെ ഇരാവസ്ഥയിൽ നിൽക്കാനാണോ അള്ളാഹു ഇങ്ങനെ പറയുന്നത്? അല്ല, നമ്മൾ അവിടെയാ ഉള്ളത്. എപ്പോഴും അസ്വസ്ഥതയുണ്ടായാൽ അസ്വസ്ഥതയിൽ നമ്മൾ കിടക്കുന്നു. ഇസ്ലാം എന്ത് പറയുന്നു? മോചനം നേടണമെന്ന്. മോചനം നേടാൻ സാധിക്കുന്നില്ല. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആരാണ് ഇതിന്റെ കാരണക്കാരൻ? അള്ളാഹു പറഞ്ഞു, ഹത്ത ശൗകത്തുല്ലതി, അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി, ഹത്ത ശൗകത്തുല്ലതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, ആരെങ്കിലും ഈ പ്രയാസങ്ങളിലൂടെ കടന്നുപോയാൽ, ഹത്ത ശൗകത്തുല്ലതി യുശാഖുഹാ, കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട്, കാലിൽ മുള്ളു തറച്ചു, ആ മുള്ളു തറക്കൽ മൂലം അനുഭവിക്കുന്ന പ്രയാസം നിസ്സാരമായ കാര്യമാണല്ലോ. ഇത് ഏത് കാലഘട്ടത്തിലാണ് റസൂൽ പറയുന്നത്? റസൂൽ എത്രയോ വർഷം മുമ്പ് പറഞ്ഞ കാര്യം. അത് കാലേ കൂട്ടി കണ്ടുകൊണ്ട് അന്നത്തെ കാലത്തിന്റെ പ്രശ്നമാണ് പറയുന്നതെങ്കിലും എല്ലാ കാലത്തേക്കുമുള്ള പ്രശ്നമായി നമ്മുടെ മുത്തുനബി സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു താല പൊറുത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തെ മുച്ചൂടും ബാധിച്ചിരിക്കുന്ന ഈ ടെൻഷനെ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ടെൻഷൻ എന്ന് പറയുന്ന വാക്കോടൊപ്പം നമ്മൾ ടെൻഷൻ എന്നുള്ള വാക്ക് മാത്രമല്ലല്ലോ പറയാ, ടെൻഷൻ അടിക്കുക എന്ന് പറയാ. ടെൻഷൻ അടിക്കലാണ്. അടി ഒരു ആഘാതമാണ്, അടിയാ. എവിടെയാ കിട്ടുന്നത്?
അത് ബോഡിയിലാകാം, മൈൻഡിലുമാകാം, എവിടെയുമാകാം. മൈൻഡിലുണ്ടാകുന്ന ടെൻഷൻ കുറച്ചുകൂടി സീരിയസ് ആണ്. എന്നാൽ മൈൻഡിലുണ്ടാവുന്ന ഈ ടെൻഷനാണ് പിന്നീട് ബോഡിയിലേക്ക് മാറുന്നത് എന്ന് ഇക്കാലത്തുള്ള ഡോക്ടർമാർ പോലും യാഥാർത്ഥ്യപ്പെടുത്ത കാര്യമാണ്. അതാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മാനസിക കാരണത്താൽ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. നമ്മൾ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ടത്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഉരുകിത്തീരാനുള്ളതല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഉരുകിത്തീരാനുള്ളതാണോ നമ്മുടെ ജീവിതം? ദുനിയാവിലെ ജീവിതം മുഴുവൻ പ്രയാസങ്ങളാവണമെന്നാണോ മുത്തായ നബി സയ്യിദുന ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഹൃദ്രോഗം പോലും നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, ഹൃദ്രോഗമുണ്ടാവുന്നതിന്റെ 30% മുതൽ 45% വരെ ആധുനിക കണക്ക് പ്രകാരം ഹൃദ്രോഗമുണ്ടായിത്തീരുന്നത് ടെൻഷൻ വഴിയാണ് എന്ന് മോഡേൺ സയൻസ്. തീർന്നില്ല. ആസ്മ എന്ന് പറയുന്ന അസുഖം, സോറിയാസിസ് മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ, പെപ്റ്റിക് അൾസറുകൾ, ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധികളിലുണ്ടാകുന്ന വേദന, നിരന്തരമായ മുട്ടുവേദന, നിരന്തരമായ നടുവേദന, നിരന്തരമായ തലവേദന. ഈ തലവേദനകൾ ശാരീരിക പ്രശ്നമാണ്, അല്ലെന്ന് പറയുന്നില്ല. ശാരീരിക രോഗങ്ങൾ ശാരീരിക കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ഉണ്ടായിത്തീരുക, ശാരീരിക രോഗങ്ങൾ മാനസികമായ കാരണങ്ങൾ കൊണ്ടും ഉണ്ടായിത്തീരും എന്ന് സയ്യിദുന ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്ന ടെൻഷൻ കാരണത്താലാകുന്നുവെന്ന് മോഡേൺ സയൻസ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഇതിനെങ്ങനെ മാറ്റണം എന്നുള്ളതിന് നമുക്ക് കിതാബുകളിൽ ധാരാളം വഴികളെ കാണാം. അതിൽപ്പെട്ട ഒറ്റൊരു വഴി മാത്രം ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാം. അതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ടെൻഷന് മരുന്നുണ്ടോ എന്നുള്ളതാണ്. ടെൻഷന് മരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് മരുന്ന്? ടെൻഷനെങ്ങാനും മരുന്ന് ലോകത്ത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റുള്ള ഒരു മരുന്നായി മാറുമായിരുന്നു ടെൻഷന്റെ മരുന്ന്. സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള മരുന്നുകൾ കിട്ടുന്നുണ്ട്. സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള മരുന്നുകൾ ഡോക്ടർമാർ എഴുതി തരും. എന്നാൽ സ്ട്രെസ്സിന്റെ യഥാർത്ഥമായ കാരണം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തോളം സ്ട്രെസ്സിനെ തൽക്കാലത്തേക്ക് മാറ്റാം എന്നല്ലാതെ, സ്ട്രെസ്സിന്റെ ഫിസിക്കൽ സിംറ്റമിനെ തൽക്കാലത്തേക്ക് മാറ്റാം എന്നല്ലാതെ ഉള്ളിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ടെൻഷനും സ്ട്രെസ്സും നിരമായിട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന്, ജീവിത രീതികളെ നമ്മൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ജീവിത രീതികളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ജീവിതചര്യയിലും കാഴ്ചപ്പാടുകളിലും കാതലായ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതൊരു തിയറിയാണ്. ജീവിത രീതികളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ജീവിത കാഴ്ചപ്പാടുകളിലും വ്യവസ്ഥകളിലും സാരമായ മാറ്റം ഉണ്ടാക്കണം എന്നുള്ളത് ഒരു തിയറിയാണ്. ആ തിയറിയെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒന്ന്, വളരെ പ്രധാനപ്പെട്ടത് പേശികൾക്ക് അയവ് വരുത്തലാണ്. പേശികൾക്ക് അയവ് വരുത്താനുള്ള എക്സസൈസുകൾ ഇസ്ലാമിൽ ഇല്ല. എന്നാൽ പേശികൾക്ക് അയവ് വരുന്ന ഒരുപാട് ഇബാദത്തുകൾ ഇസ്ലാമിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹ് നമസ്കാരം. സുബ്ഹ് നമസ്കാരം ചെറിയ നമസ്കാരമല്ല. ഇതെന്ത്? ഇന്ന് ആധുനിക സയൻസ് പറഞ്ഞല്ലോ, മോഡേൺ സയൻസ് പറഞ്ഞല്ലോ, ധ്യാനത്തിന്റെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ധ്യാനത്തിന്റെ കാലത്ത് ജീവിക്കുമ്പോൾ എല്ലാ ധ്യാനാത്മാക്കളും പറയുന്നത് ശ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ടാണ്, ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ടാണ്. ആ ശ്വാസോച്ഛ്വാസം തന്നെ ശുദ്ധവായുവായിരിക്കണമെന്നാണ്. നമുക്ക് മടങ്ങാം ഇസ്ലാമിലേക്ക്. ഇസ്ലാം എന്താ പറയുന്നത്? നീ സുബ്ഹ് ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വായു കിട്ടുന്ന സമയമാണല്ലോ സുബ്ഹിന്റെ സമയം. ഫ്രഷ് എയറാണ്. വൈകുന്നേരമാകുമ്പോൾ പൊടിയും പുകയും, വാഹനത്തിന്റെ പുകയും ഫാക്ടറിയിലെ പുകയൊക്കെ വന്നുകൊണ്ട് എയർ ബാഡാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രാത്രി നടക്കുന്ന കാര്യം എന്നാൽ ഭൂമി മുഴുവൻ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അള്ളാഹു ചെയ്യുന്നത്. അതിനുവേണ്ടി അള്ളാഹു മഞ്ഞിറക്കുന്നു, അതിനുവേണ്ടി അള്ളാഹു മഴയിറക്കുന്നു, അതിനുവേണ്ടി അള്ളാഹു കൂരിരുട്ട് കൊടുക്കുന്നു. ഈ കൂരിരുട്ടിൽ നടക്കുന്ന കാര്യം എന്താണ്? നമ്മൾ അറിയില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കി രാത്രി എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ളതാണ്, നമ്മളെ സംബന്ധിച്ച് ഉറങ്ങാനുള്ളതാണ്. അള്ളാഹു ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ്. സുബഹിന്റെ സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോയാൽ നടന്നു പോകുന്ന ആരാധനകൾക്ക് പുണ്യമുണ്ടെന്നല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
സുബഹ് നമസ്കാരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, മറ്റുള്ള നമസ്കാരത്തിന്റെ പ്രാധാന്യം കൊടുക്കണ്ട എന്നാണോ? സുബഹ് മുതലാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം ആരംഭിക്കുന്നത്. നിഷേധിക്കാനാവില്ല. സുബഹ് മുതലാ മുസൽമാന്റെ ജീവിതം ആരംഭിക്കേണ്ടത്. സുബഹ് എന്ന് പറഞ്ഞാൽ സുബഹിന്റെ അവ്വൽ വക്തിൽ തന്നെ നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ശുദ്ധവായു അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തോടുകൂടി നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് വായു ഇങ്ങനെ ഇരച്ചു കയറുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയാണ്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫ്രഷ്നെസ് കിട്ടുന്നു. സുബഹ് ജമാഅത്തായി നമസ്കരിക്കുകയും സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാതിരിക്കുകയും ചെയ്താൽ, പ്രത്യേകിച്ച് ഉദയം വരെ കിടന്നുറങ്ങാതിരുന്നാൽ അന്ന് വല്ലാത്തൊരു സുഖാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇത് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാം. ഒരു വല്ലാത്തൊരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ സന്തോഷം എവിടെ നിന്ന് കിട്ടിയതാ? ആ സന്തോഷം നാം പുറമെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതങ്ങ് കടന്നു വരുന്നതാ. ഏത് സ്ട്രെസ്സിനെ കുറിച്ചും സമ്മതത്തെക്കുറിച്ചും പറയുമ്പോഴും നമ്മൾ തുടങ്ങേണ്ടത് സുബഹ് നമസ്കാരം മുതലാണ്. സുബഹ് നമസ്കാരം മുതൽ തുടങ്ങാൻ നമ്മൾ തയ്യാറായാൽ, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ കാലിന് അസുഖമല്ലേ, പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ വീട്ടിൽ നിന്നാകാം, ഭാര്യയെ വിളിക്കൂ, മക്കളെ വിളിക്കൂ, സംഘടിതമായി നമസ്കരിക്കൂ. എന്നിട്ട് ശുദ്ധമായി ജനലും അതിലും പറ്റകൾ തുറന്നു വെക്കൂ, ശുദ്ധമായി കിടക്കട്ടെ ഉള്ളിലേക്ക്. വേണമെങ്കിൽ അങ്ങനെ ഈ സമയത്തുള്ള വായു ശ്വസിച്ചാൽ നമ്മുടെ ഉള്ളിൽ കംപ്ലീറ്റ് റിലാക്സേഷൻ നിറക്കുന്ന ഒന്നാണ് എന്ന് ഇന്ന് മോഡേൺ സയൻസ് പറയുന്നു. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പറയാം. ഒരു ഹദീസ് കൂടി പറയാം. മാ യസാലുൽ ബലാഉ, ഇത് നമ്മൾ കേൾക്കേണ്ട ഹദീസാണ്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി. മാ യസാലുൽ ബലാഉ, മാ യസാലുൽ ബലാഉ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാ യസാലു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആർക്കാ ഉണ്ടാവുന്നത്? ബിൽ മുഅ്മിൻ വൽ മുഅ്മിന, മുഅ്മിനായ പുരുഷനും മുഅ്മിനത്തായ സ്ത്രീക്കും ഉണ്ടാകും. എന്താ ഉണ്ടാവുക? ഫീ നഫ്സിഹി, ശരീരത്തിൽ പ്രയാസം ഉണ്ടാകും. വലതിഹി, മക്കൾക്ക് അസുഖങ്ങൾ ഉണ്ടാകും. മാലിഹി, സാമ്പത്തികമായ ചോർച്ചയും നഷ്ടവും ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും. ഹത്താ യൽഖല്ലാഹ്, അങ്ങനെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും. എന്ന് പറഞ്ഞാൽ മരിക്കും. എങ്ങനെയാ മരിക്കുന്നത്? വമാ അലൈഹി ഖതീഅ, ഒരു പാപവും അവനിലില്ലാതെ. അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞാൽ അതങ്ങ് സംഭവിക്കുന്നവൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം. വേണ്ട, ഇതൊന്നും വേണമെന്ന് വിചാരിച്ച് വരുന്നതാണോ? അല്ല, വേണ്ട എന്ന് വിചാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതെന്തുകൊണ്ടാ റബ്ബേ എന്നിലേക്ക് ഇങ്ങനെ വരുന്നത്? ഞാൻ വേണ്ട എന്നല്ലേ വിചാരിച്ചത്, വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആലോചിക്കാൻ തയ്യാറായാൽ, ചിന്തിച്ച് അതിന്റെ ബേസ് റൂട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം ഉണ്ടാകും, നമുക്ക് ചിരി വരും. ഇതാണോ എന്റെ പ്രശ്നത്തിന്റെ കാരണമെന്ന് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കേണ്ട വഴികളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പറയാം. അള്ളാഹു പറയുവാനും കേൾക്കുവാനും നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ നീക്കുവാനും അള്ളാഹു എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിൽ തുറന്നു തരട്ടെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതം സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സന്തോഷമല്ല. നാം ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന ബോധത്തോടുകൂടി, എന്നെ ജീവിക്കാൻ അയച്ചവൻ അള്ളാഹുവാണെന്ന ബോധത്തോടുകൂടി, ആ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണമെന്ന ബോധത്തോടുകൂടി, ആ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ, ജീവിതം സുബഹ് മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ, സുബഹ് ജമാഅത്തോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, നിന്റെ മുത്തഖീങ്ങളിൽ, നിന്റെ മുഅ്മിനീങ്ങളിൽ നമ്മളെ എല്ലാവരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് അസുഖങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവരാണ് പഠിച്ചവരെ നമ്മളെല്ലാവരും. നീ എല്ലാ അസുഖങ്ങൾക്കും ശിഫ തരണേ അല്ലാഹ്, ആഫിയത്തിനെ തരണേ പഠിച്ചവനെ. നിന്നോടല്ലാതെ റബ്ബേ പിന്നെ നമ്മൾ ആരോടാ റബ്ബേ ചോദിക്കേണ്ടത്? എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റിത്തരണേ അല്ലാഹ്. നീ തന്ന ബുദ്ധിമുട്ടുകളെ കാര്യകാരണ സഹിതം ചിന്തിക്കാൻ, അതിൽ നിന്ന് നീ നന്മ വിരിച്ചുകൊണ്ടാണ് തന്നവയെന്ന് ചിന്തിക്കാനുള്ള വിശാല ഹൃദയം, നല്ല ചിന്തകളെ തന്നുകൊണ്ട് അല്ലാഹുവേ നമ്മളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ നീ പറഞ്ഞത് പ്രകാരം ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും സന്തോഷമുണ്ടാകും, പാരത്രിക ലോകത്തും സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞ ആ രണ്ട് വിഭാഗത്തിൽ അള്ളാഹുവെ നമ്മളതീ പെടുത്തണേ അല്ലാഹ്. ദുനിയാവിലും നമ്മളതീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്, ആഖിറത്തിൽ നന്നായി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ആഖിറത്തിൽ സന്തോഷം കിട്ടാനുള്ള അമലുകളിൽ മുഴുവാനുള്ള അള്ളാഹുവെ ഇഖ്ലാസോടെ മുഴുകാനുള്ള നല്ല മനസ്സിനെയും നല്ല ശരീരം, ആരോഗ്യമുള്ള ശരീരം തന്നുകൊണ്ട് അള്ളാഹുവെ നമ്മളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.